ഭൂമിയിൽ ഒരു ആണവായുധ സ്ഫോടനം നടന്നാൽ എന്തു സംഭവിക്കും? നഗരങ്ങൾ ചാരമാകും, ആശയവിനിമയ സംവിധാനങ്ങൾ തകരും, ഭരണകൂടങ്ങൾ നിശ്ചലമാകും. എന്നാൽ ഇത്തരമൊരു അതീവ ഗുരുതര സാഹചര്യത്തിലും തകരാത്ത ഒരു കോട്ടയുണ്ട്. അത് ഭൂമിയിലല്ല, അങ്ങ് ആകാശത്താണ്. അമേരിക്കൻ പ്രസിഡന്റിനും പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും യുദ്ധം നയിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ വിമാനത്തെ ലോകം വിളിക്കുന്നത് ഡൂംസ്ഡേ പ്ലെയിൻ എന്നാണ്. ലോകാവസാനത്തിന്റെ വിമാനം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഔദ്യോഗിക നാമം ബോയിങ് E-4B നൈറ്റ് വാച്ച് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ഇത് ആകാശത്തെ ഒരു പെന്റഗൺ ആണ്. ശീതയുദ്ധകാലത്താണ് അമേരിക്ക ഇത്തരമൊരു വിമാനം നിർമ്മിക്കുന്നത്. ഒരു ആണവ യുദ്ധമുണ്ടായാൽ വൈറ്റ് ഹൗസും പെന്റഗണും തകർക്കപ്പെട്ടേക്കാം. അത്തരം സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കാനും ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിടാനും ഈ പറക്കും കമാൻഡ് സെന്റർ ഉപയോഗിക്കുന്നു. സാധാരണ വിമാനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഒരു ആണവായുധ സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകളെ പ്രതിരോധിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. അതായത് പുറത്ത് എന്ത് സംഭവിച്ചാലും വിമാനത്തിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറില്ലാതെ പ്രവർത്തിക്കും. കോക്ക്പീറ്റിൽ ഒഴികെ ഈ വിമാനത്തിൽ ജനാലകളില്ല. റേഡിയേഷനിൽ നിന്ന് ഉള്ളിലുള്ളവരെ സംരക്ഷിക്കാനാണ് ഈ സംവിധാനം. വായുവിൽ വെച്ചു തന്നെ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്നതിനാൽ തുടർച്ചയായി ദിവസങ്ങളോളം ഈ വിമാനത്തിന് ആകാശത്ത് പറക്കാൻ കഴിയും. എഞ്ചിനിലെ ഓയിൽ തീരുന്നതുവരെ ഈ വിമാനം താഴെ ഇറങ്ങേണ്ടതില്ല. അത്യാധുനികമായ കമ്മ്യൂണിക്കേഷൻ റൂമുകൾ, കോൺഫറൻസ് ഹാളുകൾ, ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ എന്നിവ ഇതിലുണ്ട്. 112ഓളം പേർക്ക് ഒരേ സമയം ഇതിൽ യാത്ര ചെയ്യാം. കടലിനടിയിലുള്ള സബ്മറൈനുകളുമായി പോലും ബന്ധപ്പെടാൻ സാധിക്കുന്ന 5 മൈൽ നീളമുള്ള ഒരു ആന്റിന ഇതിൽ നിന്ന് പുറത്തേക്ക് വിടാൻ കഴിയും. ലോകത്തിന്റെ ഏത് കോണിലുള്ള സൈനിക യൂണിറ്റിലേക്കും സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശം അയക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് വിദേശയാത്രകൾ നടത്തുമ്പോൾ സാധാരണയായി എയർഫോഴ്സ് 1 ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ അല്ലെങ്കിൽ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ ഒരു ഡൂംസ്ഡേ പ്ലെയിൻ എപ്പോഴും സജ്ജമായിരിക്കും. വർഷത്തിൽ 365 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും ഈ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കാൻ തയ്യാറായി ഒരു സംഘം ഉണ്ടായിരിക്കും. ഒരു അടിയന്തര സാഹചര്യം വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇത് പറന്നുയരും. അമേരിക്കയ്ക്ക് മാത്രമല്ല റഷ്യയ്ക്കുമുണ്ട് സ്വന്തമായി ഡൂംസ്ഡേ പ്ലെയിനുകൾ. ഇലൂഷൻ Il-86 എന്നാണ് റഷ്യൻ പതിപ്പിന്റെ പേര്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിൻ ഈ വിമാനം പ്രദർശിപ്പിച്ചത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ 51 വർഷങ്ങൾക്കിപ്പുറം ലോസ് ഏഞ്ചൽസിൽ അമേരിക്കയുടെ ഡൂംസ്ഡേ വിമാനം കണ്ടെത്തിയിരിക്കുന്നു. ലോകശക്തികൾ തമ്മിലുള്ള മത്സരം കടുക്കുന്ന ഈ സാഹചര്യത്തിൽ US ആയുധപുരയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഈ വിമാനത്തിന്റെ അപ്രതീക്ഷിത പറക്കൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്.